നോക്കാങ്ങോട്ട് മാറ് ഫയർ പച്ചതാ അതും വെച്ചേ ഇതെന്ത് ഫോണാ ഇതൊന്നും ചെയ്ത് വിക്കല് അത്തിട്ട് പണി കൊടുക്കും വായിങ്ങോട്ടെ എന്നായി വേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞോളാ പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കില്ലേ അതിലെ ആരാ കവറെല്ലാം അവിടെ ഇട്ടത് എളുപ്പം നുള്ളി പറഞ്ഞോ അമ്മ കുന്തി പകയാ ആര് പറഞ്ഞു ഞാനാ നിങ്ങളെ കാത്തു എന്നോട് ഇഷ്ടം കൂടെ ആർക്കാണ് ഇഷ്ടം ഇഷ്ടമല്ല ഇഷ്ടം അല്ല ഇഷ്ടമല്ല ഇഷ്ടം അപ്പം ഇട്ട് അമ്മും കൂടി കൂട്ടി ഇഷ്ടം ആ ഡോക്ടർ വസന്ത് സുകന്യയുടെ വീട്ടിൽ നിത്യസന്ദർശകനായിരുന്നു വേണം പറയാൻ. അങ്ങനെ ചിഞ്ചുമോക്കും ഡോക്ടർ വസന്തിലും തിരിയാൻ വയ്യാത്ത കണ്ടീഷനായി. മാനസിക രോഗിയായ സുകന്യക്ക് ചിഞ്ചുമോളെ വേണ്ട വിധത്തിൽ നോക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ചിഞ്ചുമോക്കും അന്ന് കാണില്ല. കുട്ടിയെ നോക്കാൻ ആളില്ലാതെ വന്നപ്പോഴായിരിക്കും അവർ ചിഞ്ചുമോളെ ഡോക്ടർ വസന്തിനെ ഏൽപ്പിച്ചത്. തിരിച്ചു കൊടുക്കാമെന്നുള്ള ഉപാധി ഡോക്ടർ വസന്ത് അതിൽ ഫേസ് ചെയ്തേ പറ്റുന്നുണ്ട്. പിന്നെ ചിഞ്ചിനോട് പോയാൽ ഡോക്ടർ വസന്തിനെ കാത്തു നിൽക്കുന്നത് കയ്യിൽ പോയി വലിയ ജീവിതമല്ല. ഇല്ലായിരിക്കാം. പക്ഷേ റിയാലിറ്റി അതല്ലേ. ഡോക്ടർ വസന്ത് അത് മനസ്സിലാക്കിയതേ പറ്റൂ. കുഞ്ഞിനെ ഒഴിവാക്കിയാൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നത്. അവരുടെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ആർക്കെങ്കിലും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഇത് അവരുടെ ലൈഫ് ലൈനാണ്. നമ്മൾക്ക് ഇടയ്ക്ക് കയറി ഇറങ്ങിപ്പോകുന്ന വെറും കഥാപാത്രങ്ങളാണ്.
ഈശ്വരന്റെ കൂട്ടുകാരന്റെ ഫോട്ടോ ഉണ്ടല്ലോ പത്രത്തില്. എന്ത് വിശേഷത്തിന്റെ എഴുതി? ലാൻഡ്സ്കേപ്പിന് പ്രസിഡന്റ് ആയി. ആണുങ്ങളായാലേ അങ്ങനെയാ. കോൺഫറൻസ് ആണെന്നോ ഒക്കെ പറഞ്ഞ് പോയതാ.